കഴിഞ്ഞ എല്ലാ തവണകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്നത് CPM ആണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ രംഗത്തുള്ള ഈ നിലവിലുള്ള ഭരണസമിതിയിൽ 24 ഡിവിഷൻ മെമ്പർമാരാണുള്ളത്. അതിൽ 7 മെമ്പർമാരെ UDFൻ്റേതുള്ളൂ. 14 പേരും LDFൻ്റെ പ്രതിനിധികളാണ്. 7-ൽ 5 കോൺഗ്രസും 2 മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾ നടക്കുന്നതാണ് 7 UDF മെമ്പർമാർ. എങ്കിലും ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഡിവിഷനുകളുടെ വികസന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിനുവേണ്ടി അങ്ങേയറ്റം ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുടങ്ങി നിന്നിരുന്ന പല ഫണ്ടുകളും പിടിച്ചെടുക്കാനും ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷം മുമ്പ് തുടങ്ങിയ ഞങ്ങളുടെ ഭരണസമിതിയുടെ തുടക്കത്തിൽ CPP ദിവ്യയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അവർ 4 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ ഇടയ്ക്കുണ്ടായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണൂർ ADM നവീൻ ബാബുവായിട്ടുള്ള അവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം. ആ സംഭവത്തിൽ അവർ കാണിച്ച ഒട്ടും ദൗർഭാഗ്യകരമായ ഇടപെടലും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർക്ക് ഒരിക്കലും ചേരാത്തൊരു നടപടിയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം ഒഴിച്ചാൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പരമാവധി ജില്ലയിൽ ഞങ്ങളെയൊക്കെ പരമാവധി അവർ ചേർത്ത് പിടിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും പരമാവധി വികസന പ്രവർത്തനങ്ങളോട് അവരുമായി സഹകരിച്ച് മുന്നേറാനും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് കാത്ത് അടക്കമുള്ള സൗകര്യങ്ങൾ, പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് പുതിയ പേ വാർഡ് നിർമ്മിക്കാനും അത് പ്രവർത്തനക്ഷമമാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലക്കോട് ഡിവിഷനിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതാണ്ട് ഒരു 10 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലക്കോട് ഒരു പാലം നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ആലക്കോട് മൊറാനി പാലം. അതിന് 75 ലക്ഷം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. അതിൽ പകുതി ആലക്കോട് ഗ്രാമപഞ്ചായത്തും പകുതി ജില്ലാ പഞ്ചായത്തുമാണ്. സംയുക്ത പദ്ധതിയാണ്. അതുപോലെ റേറോം ഗവൺമെൻറ് ഹൈസ്കൂളിന് ഒരു 40 ലക്ഷം രൂപയുടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അതുപോലെ വേറൊരു ഗവൺമെൻറ് ഹൈസ്കൂൾ ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ തടിക്കടവ് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെയും ഓപ്പൺ ഓഡിറ്റോറിയത്തിന് 50 ലക്ഷം രൂപ ചിലവിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ പണി തീർന്നു. പിന്നെ ഒരു വിമലശ്ശേരി ഖാദി കേന്ദ്രം ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ അതിന് 35 ലക്ഷം രൂപയുടെ കെട്ടിടം പണി തീർത്തു. അപ്പോൾ അത് ഒരുപാട് 10-25 വനിതകൾ നൂൽക്കുന്ന ഒരു കേന്ദ്രമാണ് ആ ഖാദി കേന്ദ്രം. അപ്പോൾ അവർക്കൊക്കെ സ്ഥിരമായൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. അതുപോലെ ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ നറുക്കുമലയിൽ ഏതാണ്ട് 50 ലക്ഷം രൂപ ചിലവ് ഒരു കുളം പണി തീർത്താണ്ട് 100ഓളം ആളുകൾ കുടിവെള്ള സൗകര്യം എത്തിക്കാൻ സാധിച്ചു. വിവിധ റോഡുകൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് റീടാറിങ് നടത്തി ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. അങ്ങനെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ നേട്ടമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ തീർച്ചയായും ഞാനും അതിൽ അതീവ സന്തുഷ്ടനാണ്. എൻ്റെ ഈ പിന്നിട്ട 5 വർഷത്തിനിടയിൽ ഇത്രയേറെ വികസന കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതിന് എനിക്ക്